ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഊർമിള കുട്ടികളെ കണ്ടതിനു ശേഷം സിസ്റ്റിന്റെ റൂമിലേക്ക് വരുന്നു. ഏത് കുട്ടിയെയാണ് സെലക്ട് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാ കുട്ടികളെയും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. പക്ഷേ എനിക്ക് ചിന്നു കുട്ടിയെ കൂടി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയെ മാത്രമേ ദത്തെടുക്കാനുള്ള നിയമസാധ്യതയുള്ളൂ എന്ന് സിസ്റ്റർ പറയുന്നു. എന്നാൽ ഞാൻ മറ്റൊരു മാർഗം പറയാം, ചിന്നുകുട്ടിയെ ഞാൻ ദത്തെടുക്കുന്നില്ല. പകരം ഞാനവളെ സ്പോൺസർ ചെയ്തോളാം. പഠിപ്പിച്ച് മിടുക്കിയാക്കി ഞാനവളെ തിരിച്ചു തരാം. സിസ്റ്റർ പറയുന്നു, അവളുടെ ഗാർഡിയൻസ് അലീനയും രേവതിയുമാണ്. അവരോട് ആലോചിച്ച് ചിന്നുകുട്ടിയുടെ കാര്യം തീരുമാനിക്കാൻ പറ്റൂ. ഇത് കേൾക്കുന്ന ഊർമിള ആലോചിച്ച് തീരുമാനമെടുത്താൽ മതിയെന്ന് പറയുന്നു. ശേഷം സിസ്റ്ററിന്റെ അനുവാദത്തോടെ ചിന്നുകുട്ടിയെ കണ്ട് യാത്ര പറയാൻ പോകുന്നു. ഊർമിളയെ അന്വേഷിച്ചു വന്ന ചിന്നുകുട്ടിയെ ഊർമിള എടുക്കുകയും യാത്ര പറയുകയും ചെയ്യുന്നു. ആന്റി ചിന്നുകുട്ടിയെ മാത്രം കാണാൻ വരാമെന്ന് പറയുമ്പോൾ ചിന്നുകുട്ടി ഊർമിളയോട് ചോദിക്കുന്നു, എന്തിനാണ് എന്നെ മാത്രം കാണാൻ വരുന്നത്? നമ്മൾ ഫ്രണ്ട്സല്ലേ, അതുകൊണ്ട് എന്ന് ഊർമിള മറുപടി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അലീനയാണ്. അലീനയെ മനു ഫോൺ വിളിക്കുന്നു. മനുവിന്റെ സംസാരം കേൾക്കുന്ന അലീന മനുവിനോട് ചോദിക്കുന്നു, ഇന്നെന്താ നല്ല മൂഡിലാണല്ലോ, ഇന്ന് വല്ല പാൽ പായസം കുടിച്ചോ? ഞാൻ പാൽ പായസം കുടിച്ചുകൊണ്ടിരിക്കുന്നു. നിന്നോടൊപ്പമുള്ള ഈ മധുര സംഭാഷണമാണെന്റെ പാൽ പായസം. ഇതു കേൾക്കുന്ന അലീനയ്ക്ക് ചിരി വരുന്നു. സംസാരത്തിനിടയിൽ അലീന അടുപ്പത്ത് കാച്ചിക്കൊണ്ടിരുന്ന പപ്പടം കരിഞ്ഞു പോകുന്നു. അലീനയോട് മനു വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ഇവിടെ നല്ല വിശേഷം, രോഹിത്തിന് നല്ല മാറ്റമുണ്ട്. ഇത് കേൾക്കുന്ന മനു അലീനയോട് പറയുന്നു, ഞാൻ ഒരു ചട്ടമ്പിയായാലോ എന്ന് ആലോചിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നീ എന്നെ വന്ന് സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുമല്ലോ. ഇതു കേൾക്കുന്ന അലീന പറയുന്നു, എനിക്ക് എന്റെ കൂടെപിറപ്പുകളോട് ഇത്തിരി സ്നേഹകൂടുതലുണ്ട്. അവരെ ഇപ്പോഴല്ലേ എനിക്ക് കിട്ടിയത്. സംസാരത്തിനിടയിൽ കൃഷ്ണമോൾ അടുക്കളയിലേക്ക് വരുന്നു. അലീന വേഗം ഫോൺ ഓഫാക്കുന്നു. കൃഷ്ണമോൾ ചോദിക്കുന്നു, എന്താ ഞാൻ വന്നതുകൊണ്ടാണോ ഫോൺ ഓഫാക്കിയത്? അല്ല മോളെ, മനുവേട്ടനാണ്. അത്ര കാര്യപ്പെട്ട വർത്തമാനമല്ല. ഇവിടെ എന്തോ കരിഞ്ഞ മണം, അതാണ് ഞാൻ വന്ന് നോക്കിയത്. കൃഷ്ണമോൾ പറയുന്നു. നീ ബബിതയെയും കൂട്ടി മുകളിൽ കിടക്കുന്ന തുണി മടക്കി വെക്കാൻ അലീന പറയുന്നു. ഞാൻ പറഞ്ഞാൽ ബബിതേച്ചി കേൾക്കില്ല, ചേച്ചി പറഞ്ഞാൽ കേൾക്കും. ചേച്ചിയോട് കുറച്ച് ഇഷ്ടമൊക്കെ ഉണ്ട്. പിന്നീട് അലീന പോകുന്നത് രോഹിത്തിന്റെ റൂമിലേക്കാണ്. രോഹിത്തിനോട് അലീന പറയുന്നു, നീ നിന്റെ അച്ഛന്റെയും അമ്മയുടെയും മനസ്സ് ഒരുപാട് വേദനിപ്പിച്ചു. അതിന് നീ അവരോട് സോറി പറയണം. രോഹിത്ത് പറയും, എനിക്ക് അച്ഛന്റെ മുഖത്ത് നോക്കാൻ തന്നെ പേടിയാണ്. നിന്നെ ആരും ഒന്നും പറയില്ല. നീ പോയി എല്ലാവരോടും സോറി ചോദിക്കാൻ പറഞ്ഞ് അലീന രോഹിത്തിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. കുറച്ച് മടിയെല്ലാം ഉണ്ടാകും, എന്നാലും കുഴപ്പമില്ല. അവരുടെ മനസ്സ് ഒന്ന് തണുക്കട്ടെ. നീ ചെന്ന് സോറി പറയുമ്പോൾ തന്നെ നിന്റെ അച്ഛന്റെ മനസ്സ് അലിഞ്ഞു പോകും. അലീന രോഹിത്തിനെയും കൊണ്ട് ബാലചന്ദ്രന്റെ റൂമിലേക്ക് പോകുന്നു. അലീന ബാലചന്ദ്രനോട് പറയുന്നു, അച്ഛൻ ലാപ്ടോപ്പ് നീക്കി വെക്കണം, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താണെങ്കിലും പറയാൻ ബാലചന്ദ്രൻ പറയുന്നു. രോഹിത്ത് അച്ഛനോട് ക്ഷമ ചോദിക്കുന്നു. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അച്ഛനെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു. തെറ്റാണ് ഞാൻ ചെയ്തത്. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഇതുകേട്ട ബാലചന്ദ്രൻ രോഹിത്തിനെ ചേർത്തുപിടിച്ച് ആശ്വസിപ്പിക്കുന്നു. സാരമില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ബബിതയും കൃഷ്ണമോളും വികാരഭരിതരായി നിൽക്കുന്നുണ്ട്. അവരോടും രോഹിത്ത് ക്ഷമ ചോദിക്കുന്നു. ഞാൻ കാരണം നിങ്ങൾക്ക് കോളേജിൽ പോലും പോകാൻ പറ്റാതായി അല്ലേ? സോറി എന്ന് പറയുന്നു. രോഹിയേട്ടൻ സോറിയൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് ബബിത രോഹിത്തിനെ സമാധാനിപ്പിക്കുന്നു.